വാലൊക്കെ ഉണ്ടല്ലോ. വാലുണ്ട്, കയ്യില് റോസ് ഉണ്ട്. നിന്നെ പോലെ ഫ്ലോട്ടാ. റോസൊക്കെ ഞാൻ റോസ് ഒന്നും അങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കാറൊന്നുമില്ല. ഇത് എത്ര കാലം ഇത് കിട്ടിയിട്ടെന്നാ പറഞ്ഞു? 3 വർഷം. എന്താ അവിടെ മാസ്റ്റർ? ഒരു പുതിയ ആളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ടൈഗർ. മിസ്റ്റർ ടൈഗറോ? ആ, ഞങ്ങളുടെ പറഞ്ഞുതരാം, എടുത്തോണ്ട് വരും. മാസ്റ്റർ, ആ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എപ്പോഴും ഒരു ലക്കി ചാം ഉണ്ട് അത്ര. ഈ സംഭവം കയ്യിലുള്ളപ്പോഴാണ് ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവാറുണ്ട്. അങ്ങനെയാണ് ഈ പട്ടിക്കുട്ടിയെ കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പട്ടിക്കുട്ടിയല്ല, പിന്നെന്താ സാധനം? ഇതൊരു ടൈഗർ അല്ലേ? ഇതിന്റെ പേരെന്താണ്? മിസ്റ്റർ ടൈഗർ, അത്രേ ഉള്ളൂ. ഇതൊരുമാതിരി അച്ഛന്റെ പേരെന്താ വെച്ചാൽ അച്ഛൻ എന്ന് പറയണ പോലെയാണല്ലോ. എന്തായാലും പ്രിയാജി, കീപ് ഇറ്റ് വിത്ത് യു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോക്കി കാണിച്ചാൽ. ഫോർ ഷുവർ. എന്താ ജിപിക്ക് ആനിമൽസിനെ ഇഷ്ടമല്ല? പിന്നെ ജ്വല്ല എന്നാ വരുന്നു മാസ്റ്റർ? പെട്ടെന്ന് അവളെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ? അതെ, വെൽക്കം ടു ഐഡിയ ഡി ഫോർ ഡാൻസ്. അപ്പൊ ജഡ്ജസിനെ വെൽക്കം ചെയ്തുകൊണ്ട് ടൈഗർ ഒക്കെ വന്നല്ലേ? അതെ. അപ്പൊ നമ്മുടെ ടൈഗറിന്റെ പുറകിലിരിക്കുന്ന പ്രിയാജി, ടൈഗറിന്റെ ഇപ്പുറത്തിരിക്കുന്ന പ്രസന്ന മാസ്റ്റർ, ടൈഗറിന്റെ അപ്പുറത്തിരിക്കുന്ന നീരവ്ജി. ഇതുപോലെയാണ് എല്ലാ ദിവസത്തെ. എത്ര എളുപ്പം എല്ലാവരും. പിന്നെ ഇനി നമ്മുടെ ടൈഗറിന്റെ ദൂരെ ഇരിക്കുന്ന നമ്മുടെ കണ്ടസ്റ്റന്റ്സ്, നമ്മുടെ ആക്ച്വൽ പുലിക്കുട്ടികളായ കണ്ടസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസിലേക്ക് പോവാം. ഒരു മിനിറ്റ് പ്ലീസ്. ഇങ്ങനെ അർജന്റായിട്ട് പോവണ്ട. ജിപി, മിസ്റ്റർ ജിപി, മിസ്റ്റർ പത്മസൂര്യ, മിസ്റ്റർ റോമിയോ, മിസ്റ്റർ പൂന്തോട്ട കാവൽക്കാരാ. മാസ്റ്റർ ഇങ്ങനെ വിളിക്കുമ്പോ അതിനകത്ത് എന്തൊക്കെയോ. ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ് ആണ്? വലിയ സർപ്രൈസ്. ഇപ്പോ ജ്വല്ലിന് പകരം നീ പേളിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ? നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? നിനക്ക് വേണ്ടി നിനക്കൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളും കൂടി തപ്പുന്ന നമ്മുടെ ഒരു ഉത്തരവാദിത്തല്ലേ? അയ്യോ, വന്നിട്ട് ഇതുവരെ ജിപി സേഫ് സോണിലാണെന്ന് പറഞ്ഞില്ലല്ലോ. ജിപി ഇന്നും ഡേഞ്ചർ സോണിലാണ്. അതിന്റെ വിഷമം പ്രിയച്ചന്റെ മുഖത്തുണ്ടല്ലോ. സോ അതിനു വേണ്ടി നമ്മളൊരു പുതിയ ആളിവിടെ ഇറക്കാൻ പോകുന്നു. ആ പുള്ളി വന്നിട്ട് ഇവിടെ നിന്റെ സംഭവമൊക്കെ കണ്ടിട്ട് ഈ ആങ്കറിങ് പറഞ്ഞ പരിപാടിയൊക്കെ എങ്ങനെ പറഞ്ഞ പുള്ളിക്ക് നമ്മളൊരു ടിപ്പ് കൊടുക്കാൻ പോകുന്നു. മനസ്സിലായില്ലല്ലേ? ഏ ഡിങ്ക ചിക്ക ഡിങ്ക ചിക്ക ഡിങ്ക ചിക്ക ഡിങ്ക ചിക്ക ജി പി 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 ജി പി പി പി. സോ ജി പി റെഡിയാണോ? സർപ്രൈസിന് വേണ്ടി റെഡിയാണോ? നിനക്ക് പകരം ഒരാളിനെ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി നമ്മുടെ ഇവിടെ വിളിക്കുന്നുണ്ട്. നിന്നെ പോലെ പുള്ളിയും ഒരു ആക്ടറാണ്, കാണാൻ നല്ല സ്മാർട്ടായിരിക്കും. സോ പുള്ളി നമ്മളിവിടെ വിളിക്കാം, പുള്ളി ഇവിടെ ഇരുത്താം. നീ എന്തൊക്കെ കോമഡി സാധനമൊക്കെ കാണിക്കണോ പുള്ളിയെ കാണിച്ചു കൊടുക്കാം. പിന്നെ പുള്ളിയുടെ അടുത്ത് പറയാം, ഇങ്ങനെ കാണിക്കുന്ന ഒറ്റ കോമഡി നീ കാണിക്കാൻ പാടില്ല, നീ നല്ല സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പുള്ളിക്കൊരു ഇൻഫർമേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ കൊടുക്കാൻ വന്നു. ഓക്കെ ആണോ? ഈ പുലിക്കുട്ടീനെ എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞു? പുലിക്കുട്ടി എനിക്ക് ലക്കി ചാമാണെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് പണി കൊടുക്കുക എന്നാണ് ആ പുലിക്കുട്ടിയുടെ ഉദ്ദേശം? അതെനിക്കറിയില്ല. ജൂനിയർ മാൻഡ്രേക്ക് ഒക്കെ പോലെ. പുള്ളിനെ വിളിക്കാമോ? വിളിക്കാം. പുള്ളി ഇതിന് ബിഫോർ നമ്പർ 1 ബാംഗ്ലൂർ സ്നേഹതീരത്തിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. ഇപ്പോ വലുതായി. പുള്ളി ഇപ്പൊ ഇച്ചിരി സ്മാർട്ടും കൂടിയായി. സോ ലെറ്റ്സ് വെൽക്കം ശരത് പ്രകാശ്. പ്രസന്ന, ഒന്ന് നോട്ടീസ് ചെയ്തോ? ഒന്നില്ല, 1 2 3 ഉണ്ട്. അല്ലല്ല, അതല്ല, ഒരു സിമിലാരിറ്റി നോട്ടീസ് ചെയ്തോ? കറക്റ്റ് ആണ്. രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ പറയട്ടെ. പുള്ളിയും ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ച് പിന്നെ റിയാലിറ്റി ഷോയിലെ കയറി. ഈ പുള്ളിയും ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഹീറോ ആയിട്ട്. ഇപ്പൊ റിയാലിറ്റി ഷോയില് കേറാൻ വേണ്ടി ഒരു ടെസ്റ്റിന് വന്നിട്ടുണ്ട്. ദാടി ഹെയർ സ്റ്റൈൽ ഹീറോ 3 മാച്ചിങ്സ് ഉണ്ട്. ഹൈറ്റ് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഈ പോക്ക് പോയാൽ ഞാൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വരേണ്ടി വരും. ക്ലീൻ ഷേവ് ഞാനും വേണമെങ്കിൽ അടിക്കാം. ശരത്തിന്റെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നമ്പിളി പൊട്ടും തൊട്ട് മലർമഞ്ഞ മാലയിട്ട് നിലാവ് പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്നപ്പോ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ആ പാട്ട് അറിയായിരുന്നെങ്കിൽ ഞാനും കൂടെ പാടിയേനെ. പാട്ടൊന്നും പാടണ്ട. പാട്ടൊക്കെ പാടൂ. ഇല്ല.
ഹലോ പ്ലീസ് GP അനുമതിക്ക് അയാൾ ഇച്ചിരി സംസാരിക്കട്ടെ. അയാൾ എന്റെ ടൈഗറിനെ നോക്കൂ. ടൈഗറിനെ കുറിച്ച് മിണ്ടരുത് നീ. ടൈഗർ സോ എൻ്റെ പേര് ശരത് പ്രകാശ്. അപ്പൊ എന്റെ ഞാൻ പേര് ഗോവിന്ദ് പത്മനാഭൻ. GP ഞാൻ പേര് Don't interrupt. അങ്ങനെ ചോദിച്ചോ? അങ്ങനെ എന്റെ പേര് ചോദിച്ചോ? അല്ല, നീ ഗോവിന്ദ് പത്മസൂര്യ അലൈസ് പൂന്തോട്ട കാവൽക്കാരനും കേരള UAE എല്ലാം മൊത്തം അറിയാം. ഓക്കെ, സോ കണ്ടിന്യൂയിങ്. എൻ്റെ പേര് ശരത് പ്രകാശ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു കൊച്ച് ആക്ടറായിട്ട് അഭിനയിച്ചിരുന്നു. ദാറ്റ്സ് ദ മൂവി നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. അത് കഴിഞ്ഞ് ആ സമയത്ത് കുറച്ച് മൂവീസിൽ ഇൻവോൾവ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാനായിരുന്നു ഏറ്റവും ഇഷ്ടം. സോ അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി GPയുടെ അടുത്ത് ഇല്ലാത്തത്. സോ ഐ സ്റ്റോപ്ഡ് ആക്ടിങ് ഫോർ സം ടൈം. അത് കഴിഞ്ഞ് ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ ഇക്കണോമിക്സ് ഫ്രം സേവിയേഴ്സ് ബോംബെ. ഇങ്ങേരും ബോംബെ ഇതും ബോംബെ. ബോംബെയിൽ എന്തായിരുന്നു, അല്ല എവിടെയായിരുന്നു? ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2 years ഒരു സീനിയർ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്തു. സോ അത് കഴിഞ്ഞ് ആ സമയത്താണ് ഇവിടെ ഇൻഡസ്ട്രിയിൽ ഇറ്റ് വാസ് ലോട്ട് ഹാപ്പനിങ്. കുറേ ന്യൂ ആക്ടേഴ്സ്, ന്യൂ ഡയറക്ടേഴ്സ്. അപ്പോൾ ഐ സ്റ്റാർട്ട് വാച്ചിങ് മോർ ഫിലിംസ്. അപ്പോൾ ഫിലിമിലൊരു ഇൻട്രസ്റ്റ് വന്നു. അതേ സമയത്ത് ബോംബെ കുറച്ചൊന്ന് ബോർ അടിച്ചു. GP പോലെ വായി നോക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇല്ലില്ല, ഞാൻ വായി നോക്കാറില്ല. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി പോകും. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എനിക്കറിയില്ല, നമുക്ക് കേൾക്കാലോ. സോ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. കൊച്ചിനിൽ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി. ആ സമയത്ത് ഒരു മൂവിയിൽ അഭിനയിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി 2 years ബാക്ക്. അത് ചിയേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അത് അൺഫോർച്ചുനേറ്റ്ലി റിലീസ് ആയിട്ടില്ല. അപ്പോൾ പെട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല, ഹാർഡ് ഡിസ്കിലാണ് ബിക്കോസ് ഓഫ് ടെക്നോളജി ചേഞ്ച്. അപ്പം സോ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി. അല്ല, അത് ഞാൻ വേറൊരു സംഭവം. വീണ്ടും അല്ല റിലീസായിട്ട് ബിസി ആയി പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. GP ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എല്ലാരും ഇങ്ങനെ ബിസി ആയി പോകണം എന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് സിൽവർ സ്ക്രീനിൽ ബിസി ആവണ്ടേ? അല്ല, ആളുകളുടെ നല്ലതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സിൽവർ സ്ക്രീനിൽ ഞാൻ എത്ര ബിസി ആയാലും നമ്മുടെ പിള്ളേർ, നമ്മുടെ കുട്ടികൾ, എന്റെ പ്രസന്ന മാസ്റ്റർ, എന്റെ പ്രിയാജി, എന്റെ നീരവ് ജി. അല്ല, he wants to be on D for Dance. D for Dance നാണ് എന്റെ പ്രേക്ഷകർ, എന്റെ പിള്ളേർ. GP വെപ്രാളം കാണിക്കല്ലേ പ്ലീസ്. എന്റെ പ്രേക്ഷകർ പ്രസന്ന മാസ്റ്റർ. ശരത്, പ്ലീസ് കം ആൻഡ് ടേക്ക് ദ ഹോട്ട് സീറ്റ്. ഇവിടെ ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് മേലെ കാണുന്ന, ഇവിടെ ഫ്രണ്ട് റോ. ഫ്രണ്ട് റോ. GP ചെയ്യുന്നതൊക്കെ കണ്ടോളൂ. ഇത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കണ്ട. ഇതൊക്കെ ഇല്ലാതെ പുതിയതായിട്ട് ഒരു സംഭവങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. ആ ടാസ്ക് നിങ്ങൾ കയറുവാണെങ്കിൽ പിന്നെ God knows anything can happen for your future. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ലൈക്ക് D for D സ്പേസ് അങ്ങനെ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം വെൽക്കം ടു ദ. താങ്ക് യു. All the best, Sharath. All the best, Sharath. എടാ, ടൈഗറിനെ നന്നായിട്ട് നോക്കിക്കോ. ടൈഗറിനെ ഞാൻ കത്തിച്ചളയും. ഇപ്പൊ നീ തളരരുത്. നീ ഇപ്പൊ തളർന്ന എല്ലാം പോയി. ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, ശരത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ, അത് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചില്ലല്ലോ ആദ്യമായിട്ടാണോ കാണുന്നെന്ന്. ഇല്ല, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞതാ. എന്നാലും അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്തിനാ ഞാൻ അത് പറഞ്ഞത്? ഇപ്പൊ മാസ്റ്റർ, ഇവിടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞല്ലേ, ഇപ്പൊ നമ്മുടെ പിള്ളേരുടെ പെർഫോമൻസിലേക്ക് കിടക്കണ്ട. നീ ദയവേത് പ്ലീസ് ഒന്ന് വിളിക്കോ കുട്ടികളെ? അപ്പൊ നമ്മുടെ ആദ്യത്തെ പെർഫോമർ സുഷ്മിതയാണ്. നല്ല സുന്ദര കുട്ടിയായിട്ട് നല്ല ഭംഗിയായിട്ട് ധാവണിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസ് എന്താന്ന് കണ്ടേ? ഒന്ന് ചിരിക്ക് GP. സുഷ്മിത, കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകി
തിരകൾ അടിത്തിമിർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോ കാവേരി തീരങ്ങൾ പൂക്കുമ്പോ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവോ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ ഇലവങ്കക്കാടും ചുറ്റി കൂട്ടാടും കലമാനേ ഇടനെഞ്ചിൽ കോലം തുള്ളും പലമോഹം പാഴാണേ Fantastic performance. GP അല്ല സോറി GP ചേട്ടാ അവിടെ ഇത് പഠിക്കാനല്ലേ പറഞ്ഞത്? പഠിച്ചു ആ, ഇത്ര പെട്ടെന്നോ? കുറച്ച്. വരൂ വരൂ അല്ലെങ്കിൽ വരൂ. എപ്പോ പേളി പറഞ്ഞിട്ടാ ഞാൻ വന്നേ. പേർലി പോവാവാ വന്നോ? അല്ല അല്ല പേളി ഞാൻ പോവാ. അല്ല ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടാണ് നമ്മൾ തിയറിറ്റിക്കലിനൊക്കെ അതൊക്കെ അന്തകാലം. അവിടെ പോയിക്കോ, അവിടെ പോയിക്കോ. ചേട്ടൻ വരൂ. ഉറപ്പാണോ? ഞാൻ പോയിക്കോട്ടെ. ഈ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ. ഇപ്പൊ ഇങ്ങനെ കാണുന്ന രസമൊന്നും അല്ല. അല്ല. ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്നി പരീക്ഷണമാണ്. അഗ്നി പരീക്ഷണം ഓക്കെ. മനസ്സിലായില്ലേ? ആ. അപ്പൊ ഇതിന് കുറച്ച് സമയം എടുക്കും. ആ. അവിടെ ഇരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാല്ലേ? അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു. നീ കുറച്ച് നീങ്ങിരിക്കും. മേലെ കയറുന്നുള്ളൂ, അതാ നല്ല. ഇല്ല താഴെ ഇരിക്കും ശരത്തെ. നീ മേലെ കയറുന്നു. ശരത് വാച്ച് ആൻഡ് ലേൺ. ഷോ ഡൺ. GP മീശയുടെ വെയിറ്റ് കൂടിയിട്ടാണോ ഈ ചിരിക്കാൻ പറ്റാതെ? ഇവിടെ ഒരാള് ഒരു പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പെർഫോമൻസിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ആണ് അടുത്ത് ചോദിക്കുന്നത്. GP അല്ലേ പറഞ്ഞു ഇവിടെ റൂൾസ് ഇല്ല, എന്ത് വേണമെങ്കിലും സംസാരിക്കാം അങ്ങനെയൊക്കെ. നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കേൾക്കല്ലേ? മാസ്റ്റർ ജഡ്ജ്മെന്റ്, മാസ്റ്റർ ജഡ്ജ്മെന്റ്, കേൾക്കുന്നില്ല. മാസ്റ്റർ ജഡ്ജ്മെന്റ്. ആ ഇപ്പോഴാണ് GP പുറത്തു വന്നു. എവിടെയായിരുന്നു ഇത്ര സമയം GP പെട്ടെന്ന് സൈലന്റ് ആയി പോയി? അങ്ങനെ ഇവിടെ ആരും എന്നെ കണ്ടുപിടിക്കണ്ട. അങ്ങനെ എന്റെ കോമഡികൾ എന്റെ രീതികൾ ആരും ഇവിടെ കണ്ടുപിടിക്കണ്ട. റിയൽ ചാലഞ്ച് പറഞ്ഞാൽ എന്താണ് GP അറിയാമോ? ആ പുലീനെ എടുത്ത് കത്തിച്ചു കളയാം. അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. തുടരുന്നില്ലേ? റിയൽ ചാലഞ്ച് പറഞ്ഞാൽ lucky നമ്മൾ charm എപ്പോഴും ആണ് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ വാട്ട് എവർ യു ആർ അത് ചെയ്യണം. അത് കണ്ടിട്ട് പുള്ളി വേണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ. ഇത് പറയാതെ പോകുന്നത് നീ ഓൾറെഡി ഒരു സ്റ്റെപ്പ് പിൻവാങ്ങിയ പോലെയാണ്. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് പ്രശ്നം. പിന്നെ മാസ്റ്റർ ജഡ്ജ്മെന്റ് എപ്പോഴും ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കിളി പോയി ചോദിച്ചാൽ പറ്റില്ല. മാസ്റ്റർ ജഡ്ജ്മെന്റ്. അയ്യോ ഇതിന് നേരത്തെ ഭേദമായിരുന്നു. നീ ചോദിക്കും. മാസ്റ്റർ ജഡ്ജ്മെന്റ് പ്ലീസ്. ഓക്കേടാ കുട്ടാ ഇപ്പൊ തരാം. സുഷ് യെസ് സർ. കളക്ഷൻ ഓഫ് ലാലേട്ടൻ്റെ പാട്ടല്ലേ? ഇറ്റ് വാസ് റിയലി നൈസ്. ആ പാട്ടിനനുസരിച്ചുള്ള നല്ല കൊറിയോഗ്രാഫി, നല്ല ചേഞ്ച് ഓവേഴ്സ് ആ സൈക്കിളിൽ വന്നത്, പിന്നെ ആ ടേപ്പ് എടുത്ത് വന്നത്. ഏറ്റവും എനിക്ക് അവസാനം ആ സ്റ്റിക്ക് വെച്ച് ചെയ്ത സെക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഓവറോൾ ഐ റിയലി ലൈക്ക് ടു പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു മാസ്റ്റർ. പ്രിയാജി. പേളി ചോദിച്ചാൽ മാത്രം ഞാൻ പറയും. പ്രിയാജി. സുഷ്മിത ആൻഡ് ടീം, യെസ് മാം. ഇറ്റ് വാസ് എ നൈസ് പെർഫോമൻസ്. താങ്ക് യു മാം. സുഷ്മിത പറയേണ്ട എക്സ്പ്രഷൻസ് കലക്കി. എല്ലാം സ്റ്റാർട്ടിങ് എന്നൊക്കെ വന്നിട്ട് പിന്നെ ഇറ്റ് വാസ് റിയലി നൈസ്. ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്കൊന്നും കുറേ ഒന്നും പറയാൻ പറ്റില്ല. ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു മാം. താങ്ക് യു. നീരജ്. Sharad, you learned, right? You know how they ask, correct? Ah. I want you to ask me how did I like my performance? നീരജ് ജഡ്ജ്മെന്റ് പ്ലീസ്. വെരി ഗുഡ് ശരത്. Good. Okay, Shushmita and team. I think they're all the iconic songs of Malayalam. Yeah, with the costume, you're looking nice. Expressions were good. As Prasanna Master said, I really liked the stick section in the end. Towards the end, I thought the energy, but that added. And I guess as a group, you were well synchronized with that prop. Of course, the cycle element between the song, that was nice. I just felt maybe you could have just done one twist. It was an old school choreography of how the songs were shot or the choreography pattern. I was just missing that one newness. Something unique could have happened in the entire act, which would have just stood out. That's the thing. But overall, as an act, it was nice. I enjoyed it. താങ്ക് യു സർ. അപ്പൊ ഇനി മാർക്സിലേക്ക് കടക്കാം. മാസ്റ്റർ. സുഷു, യെസ് സർ. I'll give you a 9 out of 10. താങ്ക് യു സർ. താങ്ക് യു.
സുഷ്മിത Yes, ma'am. 9 out of 10. Thank you, ma'am. Thank you. Shushmita, what happened? I'll give you 8 out of 10. Your total is 26 out of 30. അതായിരുന്നു ആ ഒച്ചയല്ലേ ഡിക്കി ചേട്ടൻ രണ്ടുപേരും വന്ന് അല്ല ജിബിയുടെ കിളി പോയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നിൽക്ക്. മോളോട് നിൽക്ക്. ആ സുഷ്മിതയെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്കായി തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ SMS അയക്കേണ്ട ഫോർമാറ്റ് D4D സ്പേസ് എസ് അല്ല ഞാൻ അത് എ ആണ് സോറി അല്ല അതെന്തായിരുന്നു അതങ്ങനെ രണ്ടുപേരും നിർത്തിയത് അങ്ങനെ നമ്മളെ ട്രേഡ് സീക്രട്ട് ഒന്നും അങ്ങനെ മറ്റുള്ളവർ പഠിക്കണ്ട. ബാക്കി കൂടെ പറഞ്ഞോളൂ. D4D സ്പേസ്. സോറി നിങ്ങൾ ഞാൻ വെച്ചാൽ എന്നെ മറക്കാനായിരിക്കുന്നത്. എന്തിനാ മറക്കുന്നു? നീ എന്തായാലും കൈവിട്ട് പോയല്ലോ. മറച്ചാലും കുഴപ്പമില്ല, ടി വിയിൽ വരുമല്ലോ. D4D സ്പേസ് ഒന്ന് പറയൂ. ഫുൾ പറയണം. സുഷ്മിതനെ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്കായി തിരഞ്ഞെടുക്കണമെങ്കിൽ D4D സ്പേസ് J256776 അയക്കുക. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവർക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ ലഭിക്കുന്നതാണ്. ഇവള് മതിയല്ലോ ആങ്കറായിട്ട്. എന്തിനാ നമ്മള് നിനക്ക് പകരമല്ലേ? അതല്ല ഈ സുഷ്മിത ആരെന്ന് മനസ്സിലായില്ല. അതെ സുഷ്മിതയ്ക്ക് വേണ്ടി. ഓ സുഷ്മിതയ്ക്ക് വേണ്ടി. ഓ അത് ശരി അങ്ങനെ. ഇതാണ് സുഷ്മിത എന്ന് വിചാരിക്കും ആൾക്കാര്. വിചാരിച്ചോട്ടെ എന്തായാലും അവര് വോട്ട് ചെയ്യും. ഓ അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബൈ ബൈ, സീ യു. താങ്ക് യു ചേട്ടന്മാരെ. താങ്ക് യു. നിങ്ങളൊക്കെ ഒന്നും ചിലപ്പോൾ കാണേണ്ടി വരട്ടെ, എനിക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് കൈ തരുന്നത്. എന്നെ മറക്കരുത്. ഞാൻ കുറച്ച് കളരി പഠിച്ചിട്ടുണ്ട്, കളരിപ്പയറ്റ്. ഓ ആ ചേട്ടൻ അയ്യോ ആ ചേട്ടന്മാര് പോയാ പോയി. ആ ഇങ്ങനെ മറ്റുള്ളവർ കളരി ചെയ്യുമ്പോ അവിടെ കയറി വന്ന് ഇങ്ങനെ നോക്കി പഠിച്ചതാണോ? ആശാന്റെ നെഞ്ചത്ത് ചുവട് വച്ച് പഠിച്ചതാ. ആണല്ലോ. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ സോങ് വന്നിട്ട് പേളിയും പ്രസന്നാവും കളിച്ച എങ്ങനെയായിരിക്കും ഒന്ന് കാണണം പ്ലീസ്. പ്ലീസ് ഞാൻ പോയി സൈക്കിൾ എടുത്തിട്ട് വരാം. നിനക്ക് വേണ്ടി ഒരു പഞ്ച് ലൈൻ്റെ ഒരു പാട്ടുണ്ട്. പേളി മണി സിരിച്ചു പുട്ടാൻ നെഞ്ചില ആണ്ടി. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കയ്യാടാൻ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കയ്യാടാൻ ഞങ്ങൾ എല്ലാരും ശരത്തിന് ടാസ്ക് കൊടുത്ത കളിക്കുവോ സോങ്? ഈ സോങ് ആണെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ ട്രൈ ചെയ്യാം. പേളി കൂടെ ഉണ്ടാവില്ലേ? ശരത്തും പേളി വേണ്ട, ശരത്തും ദിൽഷാൻ കളിച്ചാലോ? അതാണ് correct. പ്രിയ എപ്പടി പ്രിയ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഇനി രണ്ട് പെർഫോമൻസ് ബാക്കി. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കളിക്കാം. ഇല്ല വിട്ടുപോ. വരൂ ദിൽഷ പോ. മെയിൻ തിങ് ഈ ടാസ്ക് ശരത്തിന് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ GP-ന് ഡാൻസ് അറിയില്ല. ഓക്കെ. ആര് പറഞ്ഞു GP-ന് ഡാൻസ് അറിഞ്ഞുകൂടാതെ? മൈക്കിൾ ജാക്സൺ ഡപ്പാങ്കുത്തുന്ന ഇൻവെന്ററാ. കറക്റ്റ് ആണ്, പക്ഷെ ഈ സോങ്ങിൽ അങ്ങനെ മൈക്കിൾ ജാക്സൺ ഡപ്പാങ്കുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. മൈക്കിൾ ജാക്സൺ ഡപ്പാങ്കുത്ത്, മോഹൻലാൽ ഡപ്പാങ്കുത്ത ചെയ്യും. പുതിയ ഇൻവെന്ററി അല്ലേ മോനെ? പ്രസന്ന ഫസ്റ്റ് ഇത് കാണാം, പിന്നെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാലോ. GP കരയല്ലേ GP? കസ്തൂരി കസ്തൂരി
നിനക്ക് പെർഫോമൻസ് ഉള്ളതല്ലേ അല്ലേ? ഇന്ന് പെർഫോമൻസ് ഉള്ളതല്ലേ? അവിടെ പോയിരിക്കും. അതെ. എന്ത് ചിരിക്കുന്നു? നിങ്ങളൊരു മഹാഗുരു അല്ലേ മനുഷ്യ? എനിക്ക് ടാസ്ക് കൊടുത്തപ്പോൾ ഞാൻ ഇപ്പോൾ നോർമൽ ഓഡിയൻസ് ആയി. നോർമൽ ഓഡിയൻസ് ആവരുത്, നിങ്ങൾ മഹാഗുരു ആവുന്നതാണ് എനിക്ക് ഇഷ്ടം. എഴുന്നേക്കും, അവിടെ പോയിരിക്കും. എന്ത് തോന്നിവാസം ആവാൻ ഈ ഫോർ ഡാൻസിന് പേരും മനുഷ്യരിട്ട പണി. അവിടെ പോയിരിക്കും. ഇങ്ങനെ ചിരിച്ചിരുന്നോട്ടെ, മുടിയൊക്കെ സ്പൈക്ക് ചെയ്തിട്ട് അവിടെ പോയിരിക്കും. അടുത്ത പെർഫോമൻസിലേക്ക് കിടക്കല്ലേ? നമ്മുടെ പിള്ളേരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണ്ടേ? അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചു എന്നല്ലേ? അപ്പം ദിൽഷദ് ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ് ഇവരുടെ കൂടെയുള്ള പെർഫോമൻസ് കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് ആദ്യം റംസാന്റെ പെർഫോമൻസ് കണ്ടിട്ട് പിന്നെ ദിൽഷയുടെ പെർഫോമൻസ്. तू ही तो सतरंगी रे, तू ही तो मनरंगी रे. आंखों ने कुछ ऐसे छुआ, हल्का हल्का उन्स हुआ, हल्का हल्का उन्स हुआ, दिल को महसूस हुआ. तू ही तो आरज़ू आरज़ू, तेरे जिस्म की आँच को छू दे ही मेरे सांस लगने लगते हैं. मुझे इश्क दिला से देता है, मेरे दर्द भी लगने लगते हैं. साया हम साया सतरंगी रे, मन रंगी रे. कोई नूर है तू, क्यों दूर है तू, जब पास है तू एहसास है तू. कोई ख्वाब है या परछाई है सतरंगी रे. मुझे मौत की गोद में सोने दे रे. നമ്മൾ പലതവണ റംസാൻ ഇതുപോലെ പെയിൻ എൻഡ്യൂർ ചെയ്ത് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നും അത് തന്നെയായിരുന്നു അവസ്ഥ. കഴിഞ്ഞ തവണത്തെ ആ റോപ്പ് ആക്ടിന് ശേഷം റംസാൻ്റെ കാല് സ്വെല്ല് ചെയ്തിട്ടൊരു പ്രത്യേക അവസ്ഥയിലാണ്. അത്രയും പെയിൻ എടുത്തിട്ടാണ് റംസാൻ ഈ ഡാൻസ് പെർഫോം ചെയ്ത്. എനിക്ക് തോന്നുന്നു പെയിൻ കില്ലേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. പെയിൻ കില്ലേഴ്സ് എടുത്താൽ ടയേർഡായി പോകുന്നുള്ളതുകൊണ്ട് പെയിൻ കില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഡാൻസിൽ മുഴുകിയിരിക്കുകയാണ്, പെയിൻ എല്ലാം മറന്നുകൊണ്ട് റംസാൻ. മാസ്റ്റർ റംസാൻ ഇന്ന് ഈ പാട്ടിലെ പക്ഷേ ഇങ്ങനെ കൂടിയും പെർഫോം ചെയ്യാൻ പറ്റും ഇന്നാണ് ഞാൻ കണ്ടത്. ഐ റിയലി ലൈക്ക് ദറ്റ് ഐഡിയ ഓഫ് പാസാ ദോബ്ലെ ഇൻ ദിസ് കൈൻഡ് ഓഫ് എ സോങ് വിച്ച് വാസ് റിയലി സൂപ്പർ. എനിക്കറിയാം റംസാൻ്റെ കാലിൻ്റെ പ്രശ്നം, ഇങ്ങനെ വൂണ്ട് മൊത്തം ബ്രേക്കായി കാല് മൊത്തം പസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അത്രയും നീ കാല് താഴെ വെച്ചാലും കൂടി ഇറ്റ്സ് ലൈക്ക് താഴെ ഊസി കുത്തുന്ന പോലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ വെൻ ഇറ്റ് കംസ് ടു എ കോമ്പറ്റീഷൻ കുറച്ച് സ്ഥലങ്ങളിൽ ഇറ്റ് വാസ് റിയലി ബ്രില്യൻറ്റ്. 2-3 സ്ഥലത്തിനും അത് ലിഫ്റ്റിംഗ് പോയി. അതിനഥവാ ആ അഗ്രഷൻ ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ഗേൾ യു ആർ ഫാബുലസ്. ജനറലായിട്ട് റംസാനോട് ഒരു ഗേൾ കളിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത്ര പ്രാവശ്യം റംസാനാണ് ഓവർടേക്ക് ചെയ്തിട്ടുള്ളത് ഗേൾ. പക്ഷേ ഇന്ന് റംസാൻ ഷീ ഓവർ ടുക്ക് യു. നിന്നെക്കാളും ഇത് ശരിക്കും ഒരു ബുള്ളായിരുന്നു.
ശരിക്കും ഒരു ഫെറോഷ്യസ് ബുള്ളായിരുന്നു. നിങ്ങൾ രണ്ടുപേരെക്കാൾ വുഡ് ലൈക്ക് ടു താങ്ക് ദ കൊറിയോഗ്രാഫർ ഫോർ ദിസ് കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും അത് ഞങ്ങളെയൊക്കെ ഉപരി രതീഷ് മാസ്റ്ററും ഷാജുക്കാണ് ഈ ഡാൻസ് ശരിക്കും ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് പെർഫോം ചെയ്ത് കാണിക്കുന്നത്. ദേഷ്യവും എല്ലാം അവർ തമ്മിൽ അടിയാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഫസ്റ്റ്. അവരിവിടെ വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. നമുക്കൊന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാലോ? രതീഷ്, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിനക്ക് ഇങ്ങനെ ഒരു ശിഷ്യം കിട്ടിയത് നീ ഭയങ്കര ലക്കിയാണ്. എല്ലാ പ്രാവശ്യവും ആശാന് വേണ്ടി പണി ഇട്ടു കൊടുക്കുന്ന ഒരു ശിഷ്യനാണ്. പ്രിയാജി, ഐ ലവ്ഡ് യുവർ പെർഫോമൻസ്. ഇത്രയും പെയിൻ ഉണ്ടായിട്ടും ഇങ്ങനെ പാസോദോബിലെ ഈ അഗ്രഷനിൽ റംസാൻ പെർഫോം ചെയ്ത് കമൻഡബിൾ ആണ്. റിയലി ഫാന്റാസ്റ്റിക്. ആൻഡ് അതിന് വലിയൊരു താങ്ക് യു ടു ദ കൊറിയോഗ്രാഫേഴ്സ്. ഇങ്ങനെ ഒരു നല്ലൊരു റുട്ടീൻ കൊറിയോഗ്രാഫ് ചെയ്തത്. ആൻഡ് വിദ്യ, റംസാൻ, ഐ എം വെരി സോറി. എൻ്റെ കണ്ണ് വിദ്യാലയം മുഴുവൻ വിദ്യാനും ഇതിലായിരുന്നു. ബിക്കോസ് ഷീ റിയലി വാസ് ഔട്ട്സ്റ്റാൻഡിങ് വിദ്യ. ഐ ലവ്ഡ് യുവർ ആക്ട്. താങ്ക് യു പ്രിയാജി. നീരവ് ഭയ്യ. Ramzan, of course, you also had that body language. I like the first, hey, that call was really nice, you know. So those are postures throughout the act. As a routine, it was fantastic. But I just thought that killing portion could have been just more emphasized on, because that's the climax of the sport and in the act. So that only one thing. But overall, as an act, I pretty much enjoyed it. Thank you, sir. പ്രിയാജി, Any doubts? Thank 10 you, on sir. 10. 10 on 10. Neerav ji, Ramzan and Vidya and the choreographers, I'll give you 9 out of 10. Thank you, sir. master. 9 out of 10. Thank you, master. Total 28. അടിപൊളി. റംസാൻ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി നീ പറഞ്ഞു. SMS അയക്കേണ്ട ഫോമാറ്റ്. SMS അയക്കേണ്ട ഫോമാറ്റ് D40 space H, send it to 56776. അത് കഴിഞ്ഞ് ഞാൻ വളരെ സ്പീഡിൽ ഒരു സാധനം പറയാറില്ല, അതും കൂടി പറയൂ. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവർക്ക് ലഭിക്കുന്നു ഒരു ഐഡിയ 3G സ്മാർട്ട് ഫോൺ. ആ മതി. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. ഓ ആയിക്കോട്ടെ. അപ്പൊ ഇനി അപ്പൊ ഇനി കൊറിയോഗ്രാഫേഴ്സിന്റെ ഡാൻസ്. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ആ സ്പേസ് ഈ വേദി വിട്ട് തന്നിരിക്കുന്നു, ഒഴിച്ചു തന്നിരിക്കുന്നു. तू ही तो सतरंगी रे, तू ही तो मनरंगी रे. അപ്പോൾ താങ്ക്സ് അലോട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വരിക, കൈവിടൂ. താങ്ക്സ് അലോട്ട്. വേഗം വീട്ടിൽ പോക്കോളൂ. എപ്പിസോഡ് കഴിയാനൊന്നും കാത്തിരിക്കണ്ട. റംസാൻ, നീ കൃത്യമായി പഠിച്ചോ പറയുന്നതൊക്കെ? D40 സ്പേസ് പഠിച്ചിട്ട് വരാം. എന്നാ ചെല്ലോ. ഇങ്ങ് വാ. അപ്പൊ GP, ഒരു മിനിറ്റ്. ഇപ്പോൾ ഓൾറെഡി ഇത്രയും 2 എപ്പിസോഡ് 2 ഗ്രൂപ്പിന്റെ ഡാൻസ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾ. സോ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ വോട്ടൊക്കെ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ കണ്ടു. ഇപ്പോൾ അടുത്ത പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത് ദിൽഷയാണ്. സോ നിങ്ങൾ വന്ന് ഇത് നിങ്ങളും പർലിയായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റൈലിൽ ദിൽഷ വെൽക്കം ചെയ്യും. സാർ നീ അവിടെ തന്നെ ഇരിക്കും. നീ അവിടെ തന്നെ ഇരിക്കും. അല്ല, അവിടെ എന്തോ ഒരു കരട് കിടക്കണ്ടായിരുന്നു. ഇല്ല, നീ അവിടെ തന്നെ നിൽക്കേ. GP. ഞാനെന്താ നടക്കുന്നു വെറുതെ. ഓക്കെ, GP എപ്പോഴും ഇവിടെയാണ് നിൽക്കാറ്. ഇത് അതുകൊണ്ട് എപ്പോഴും ഇവിടെ തന്നെ നിൽക്കും. ഞാൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് ഇപ്പുറത്ത് നിൽക്കാന്ന് ചേഞ്ച് ആണ്. ചേഞ്ച് ആർക്കാണ് ഐഡിയ can change your life. Yes. Idea D for dance. Next contestant, Dilsha. Dilsha, please. मैं हो लाही माही माँ, मैं हो बाही लाई माँ, ये लो मी लोरी रोना. Hi Malini, I'm Krishnan. நான் இதை சொல்லி ஆகணும், நீ அவ்வளோ அழகு. இங்கே எவனும் இவ்வளோ அழகா ஒரு
இவ்வளோ அழகாக பார்த்துருக்க மாட்டாங்க. நான் ஐம் இன் லவ் வித் யூ. முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே, சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே. இத்தனை நாளாக உன்னை நான் பாராமல் எங்குதான் போனேனோ, நாட்களும் வீணானதே. வானத்தில் நீ வெண்ணிலா, ஏக்கத்தில் நான் தெய்வதா. இப்பொழுது என்னோடு வந்தால் என்ன, ஊர் பார்க்க ஒன்றாக சென்றால் என்ன. இப்பொழுது என்னோடு வந்தால் என்ன, ஊர் பார்க்க ஒன்றாக சென்றால் என்ன. முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே, சல்லடை கண்ணாக உள்ளமும் புண்ணானதே. இத்தனை நாளாக உன்னை நான் பாராமல் இங்குதான் போனேனோ, நாட்களும் வீணானதே. கடல் நீலம் மங்கும் நேரம், அலை வந்து தீண்டும் தூரம், மனம் சற்று மூழ்காதோ ஈரத்திலே. தலை சாய்க்க தோளும் தந்தாய், விரல் கோத்து பக்கம் வந்தாய், இதழ் மட்டும் இன்னும் ஏன் தூரத்திலே. பகல் நேரம் கனாக்கள் கண்டேன், உறங்காமலே உயிரிட்டு முறாயக் கண்டேன், நெருங்காமலே. உனையன்றி எனக்கு ஏது எதிர்காலமே. முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே, சல்லடை கண்ணாக நெஞ்சமும் பொன்னானதே. இத்தனை நாளாக உன்னை நான் பாராமல் இங்குதான் போனேனோ, நாட்களும் வீணானதே. வானத்தில் நீ வெண்ணிலா, ஏக்கத்தில் நான் தெய்வதா. இப்பொழுது என்னோடு வந்தால் என்ன, ஊர் பார்க்க ஒன்றாக சென்றால் என்ன. வெண்ணிலா, ദിൽഷാ 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 हाँ सर. സ്വപ്നം കാണാണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ കുട്ടി. അവിടെ പോയിരുന്നോ? ഒരു മിനിറ്റ് ജിപി, നീ ഇങ്ങോട്ട് വാ. ആ അതെ വാ. എങ്ങോട്ട് വരാൻ? ഇവിടെ എന്നാ പിന്നെ അവിടെ ഇരുന്നാ പോരെ? ആയിരുന്നോ? ഇരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ? കമാൻ ശരത് അറ്റാക്ക്. Come on, Sharat. സോ പെർഫോമൻസിനെ കുറിച്ച് അഭിപ്രായം പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഐ തിങ്ക് ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് പെർഫോമൻസ്. ആൻഡ് നൗ മൂവിങ് അഹെഡ് ടു ദ ജഡ്ജസ് ഒപ്പീനിയൻ. ഫസ്റ്റ് നീരജ് സർ. To be very honest, not a great concept as such. School, first love, going to dream sequence. It's not new, but it was different. As in, it was nice. A different song. The drops were all fine. Okay, but when it comes to the lifts, the clarity was not there. You know, in a partner work, whether it's a salsa, rumba, any Latin or ballroom form, it's very important that your hands come in contact with each other. But that's how your turns. So I think throughout the performance, there's some miscoordination between both of you. Generally, because you were not in touch with each other, in contact with each other for the partner work, it looked quite messy. Okay, so that's what throughout the performance. For me, it was not a great performance, to be honest. പ്രിയാജി, കോൺസെപ്റ്റ് വാസ് ക്യൂട്ട്. ഐ തിങ്ക് ബോയ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സോ ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അംബ്രല്ലയുടെ സീക്വൻസ് അതൊക്കെ ക്യൂട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പാർട്ട്ണർ വർക്ക് വരുമ്പോൾ എനിക്കും സെയിം ഒപ്പീനിയനാണ്.
ഇച്ചിരി മിഷ്മാഷ് ആയിപ്പോയി ബിക്കോസ് ഹാൻഡിൻ്റെ കോർഡിനേഷൻ ഇല്ലായിരുന്നു, മൂവ്മെൻറ്റ് സിങ്ക് ഇല്ലായിരുന്നു ചില സ്ഥലത്തിൽ. ബട്ട് ലീവിങ് ദാറ്റ് എ സൈഡ് ഇറ്റ് വാസ് എ നൈസ് ആക്ട്. താങ്ക് യു ചേച്ചി. മാസ്റ്റർ നമ്മൾ ഓൾവേസ് പറയൂലേ, ഓൾഡ് വൈൻ ഇൻ എ ന്യൂ ബോട്ടിൽ, അങ്ങനെയായിരുന്നു. ഓൾഡ് കോൺസെപ്റ്റ്. കൊറിയോഗ്രാഫിയിൽ എനിക്ക് 1 or 2 മൂമെൻറ്റ്സ് വാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അംബർല സീക്വൻസിൽ ടിപ്പിക്കൽ ഫിലിം സ്റ്റൈൽ അംബർല കവറായിട്ട് വരുമ്പോൾ പോസ്റ്റ് ചേഞ്ച്, ദാറ്റ് 1 section വാസ് റിയലി നൈസ്. ആൻഡ് ആക്ച്വലി പാട്ടിൻ്റെ തുടക്കം വരുമ്പോൾ വിചാരിച്ചു മാസ്റ്ററാണ് സ്റ്റുഡൻറ്റ് മേലെ പ്രേമിക്കുന്നത്. ബട്ട് എൻഡിൻ്റെ ആ ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിൽഷ എപ്പോഴൊക്കെ സ്വപ്നം കാണാതിരിക്കുക അങ്ങനെ പറഞ്ഞു, ദാറ്റ് എൻഡ് ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഒരു സെമി ഫൈനൽസിന് വരുമ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ലൈക്ക് വെരി ഒരു ഭയങ്കര ഒരു നോർമൽ പെർഫോമൻസ് ആയിരുന്നു. നോ പ്രോബ്ലം, ഇന്നും ഒരു പെർഫോമൻസ് കൂടെ ഉണ്ട്. സോ ഗിവ് യു ബെസ്റ്റ്. താങ്ക് യു മാസ്റ്റർ. ഓക്കെ, അപ്പം ദിൽഷയ്ക്ക് വേണ്ടി ഉള്ള സ്കോർ നോക്കാം. നീരവ് ജി. Dilsha, I'll give you 7 out of 10. താങ്ക് യു മാസ്റ്റർ. പ്രിയ ജി. ദിൽഷ 8 out of 10. താങ്ക് യു ചേച്ചി. മാസ്റ്റർ. ദിൽഷ I'll give you 7 out of 10. താങ്ക് യു. And Dilsha, your total is 22. താങ്ക് യു ജഡ്ജസ്. ഇനി അടുത്തെന്തോ വോട്ടിങ്ങിൻ്റെ എന്തോ പരിപാടിയില്ലേ? ജി പി ആണോ? വരുന്നില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, ശരത്ത് നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ എടുത്തോ. ചെയ്യൂ, അതിനെന്താ? എന്തോ ആക്ച്വലി ദിൽഷയ്ക്ക് എല്ലാവരും അറിയായിരിക്കും എന്നേക്കാൾ ബെറ്റർ ആയിട്ട്. സോ വോട്ട് ചെയ്യേണ്ട ഫോമാറ്റും സംഭവങ്ങളൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു. ദിൽഷയാണ് നിങ്ങൾക്ക് ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ദിൽഷയ്ക്ക് SMS ചെയ്യേണ്ട ഫോമാറ്റ് D4D_D256776. ഇനി ജി പി എപ്പോഴും പറയാറില്ലേ ഒരു ഇത്, അതറിയാമോ? കഴിഞ്ഞിട്ടുള്ള സംഭവം ഏറ്റവും കൂടുതൽ SMS ചെയ്യുന്ന ഭാഗ്യശാലിക്ക് Idea 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. ശരത്ത് അത് ശരത്ത് അത് ഒരു പ്രാവശ്യം നിങ്ങൾ കൂടി പറയണം പ്ലീസ്. ഏറ്റവും കൂടുതൽ SMS അയക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നത്. അപ്പൊ താങ്ക് യു ദിൽഷ ആൻഡ് ടീം. താങ്ക് യു. താങ്ക് യു. കൊള്ളാടാ, ഇഷ്ടപ്പെട്ടു. അല്ല, അവനുള്ളൊരു നല്ലൊരു ആങ്കർ ഉള്ളിലുണ്ട്. എനിക്ക് നല്ല ആങ്കറും ഉള്ളിലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഇവിടെ ഒപ്പം കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മോൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല, എന്നേക്കാൾ നല്ലൊരു ആങ്കർ ആവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കുറേ ചാനലുകളുണ്ട്, കുറേ പരിപാടികൾ കേരളത്തിലുണ്ട്. അപ്പൊ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ ഇറങ്ങി തന്നാലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇറങ്ങി തരൂല. ഇവർ തല്ലിപ്പുറത്താക്കിയാലും തൽക്കാലം വേക്കൻസി ഇല്ല. അപ്പൊ ഇവിടെ വന്നതിലും എല്ലാത്തിനും വളരെയധികം സന്തോഷം. ഒന്നും കൂടെ കെട്ടിപ്പിടിക്കണോ? വേണ്ട. അല്ല, കെട്ടിപ്പിടിക്കാം, അടിക്കാതിരുന്ന വലിയൊരു മനുഷ്യനാവുന്നു എനിക്ക് വിശ്വാസമുണ്ട്. നന്നായി ഇരിക്കട്ടെ. ഇതൊരു സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ആയിരുന്നു. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ പതുക്കെ ഇങ്ങനെ ഇപ്പുറത്ത്. അത് നിങ്ങൾ ഈ റിസർച്ച് അനാലിസിസ് ടീമിന് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴൊക്കെ വെറുതെ തോന്നുന്ന കുറെ തോന്നലുകളാണ്. അത് ഇവിടെ അപ്ലൈ ഉണ്ട്. ഇത് കളറി വേറെയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞങ്ങളൊക്കെ പാവം ജീവിച്ചു പോയിട്ട് അളിയാവും. അല്ലെങ്കിൽ നിനക്ക് എന്റെ വികാരം മനസ്സിലാവില്ലേ? താങ്ക് യു. വയറ്റിൽ തട്ടുന്നു. ഇതെന്താ അങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ടും പോവാലോ? അല്ല, അങ്ങോട്ടാണ് പോവാൻ ഞങ്ങൾ അല്ലെ, ഇങ്ങോട്ടും പോവാലോ അല്ലെ? പോയത് പിടിക്കും. എനിക്ക് അല്ല, പിന്നെ വീട്ടിലിറക്കുന്നുണ്ട്. ആരുമില്ലല്ലേ? അത് ശരിയാണ്. വീട്ടിലെന്താണ് ആരും ഇല്ല എന്നുള്ളത്. അവർ രണ്ടുപേരും പോയോ? പെട്ടെന്ന് പുള്ളിക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നു. ഇതാണ് പ്രശ്നം. തോന്നി. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം എന്താണ്? ചിരിക്കുന്നു. ബൈക്ക്, ബുള്ളറ്റ്, പുലിക്കുട്ടി, മുടി, ഇതെല്ലാം കൊണ്ട് ഇവിടെ വന്നിട്ട് 2 ദിവസം കൊണ്ട് നേരെ ഇങ്ങോട്ട്. ഒന്നുമില്ലെങ്കിലും ഞാൻ വിളിച്ചിട്ടല്ലേ നീ വന്നത്? കൈ വരക്കരുത്. മര്യാദ. മഹാഗുരു പ്രസന്ന മാസ്റ്റർ, എനിക്കിട്ട് തന്നെ വേണോ ഇത്? ഒന്നുമില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ കുറെ നോടകൾ പറയുന്നതല്ലേ. ഫാബുലസ്, ഫാന്റാസ്റ്റിക്, ഇലക്ട്രിഫൈയിങ്, അത് ഇത് ഇതിനോടൊക്കെ അല്ല കുറെ കാര്യങ്ങൾ അത് അറിയാം. ചില സമയത്ത് സത്യം വന്നു. അല്ല കുറെ കാര്യങ്ങൾ അതല്ല, കുറെ ചില സമയത്ത് നോണ വന്നു. ഞാൻ പറയട്ടെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിക്കുന്ന എന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ പകരക്കാരനെ കൊണ്ടുവന്നു. പ്രിയാജി, പട്ടിക്കുട്ടി കേക്ക്
കാൻഡിൽ ലൈറ്റ് ഡിന്നർ. കാൻഡിൽ ഡിന്നർ എവിടെ? ട്വിറ്ററിന്റെ കോൺട്രവേഴ്സി. ഏക് വില്ലൻ വിട്ടിട്ട് പോയി. ഏക് വില്ലൻ എന്നെ വിട്ടുപോയി. എക്സ്പെൻഡബിൾസ്. അപ്പൊ നീരവ് ഭയ്യ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് കുറെ പോപ്കോൺ ഒപ്പം ആക്രാന്തത്തോടെ കഴിച്ചിട്ടുള്ളതല്ലേ? Shut up, popcorn. I made you had. അല്ല, അതെ, എങ്കിലും Pepsi I gave you. എന്നാലും ആദ്യം ശ്രീജിത്ത് ഉണ്ടായിരുന്നു. ശ്രീജിത്ത് പോയപ്പോൾ നീ വന്നു, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തല്ലേ. അതേപോലെ ഇപ്പൊ നീ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, അത് റിലീസ് ആകുമ്പോൾ നീയും കൂടി ബിസി ആയി. വി ഹാവ് ടു ബി പ്രിപ്പയർഡ് അല്ലേ? ഓക്കെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം വേറെ തോട്ടിലേക്ക്. നമുക്ക് കൊറിയോഗ്രാഫേഴ്സിനെ അങ്ങോട്ട് ആദരിച്ചാലോ? അതിനിപ്പോ എന്താണ്, കൊറിയോഗ്രാഫേഴ്സ് ഇവിടെ ഒന്നും ആങ്കർ ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു ഭാഗ്യവാനി ഒരു ഭാഗ്യവതിനെ വിളിച്ചാലോ? ഓക്കെ, ആദരിക്കാൻ പോകുന്ന ഭാഗ്യവാൻ നിയാസ് മാസ്റ്റർ, ഭാഗ്യവതി ഭൂമി. ഇവരെ ആദരിക്കാനായി നമ്മുടെ മഹാഗുരു പ്രസന്ന മാസ്റ്ററെയും ഞങ്ങളുടെ ഹാൻസം ഹാർട്ട് ത്രോബ് നീരവ് ഭയ്യനും ക്ഷണിക്കുന്നു. മാസ്റ്റർ, താങ്ക് യു. താങ്ക് യു. ഇത്തവണത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആരാണെന്ന് അറിയാനുള്ള സമയമായി. പ്രിയാജി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. നീരവ് ജി, പെർഫോമർ ഓഫ് ദി ഡേ. ഹു ഈസ് ദ പെർഫോമർ ഓഫ് ദ ഡേ? Today's performer of the day goes to Ramzan. നമ്മൾ പെർഫോമർ ഓഫ് ദ ഡേന്റെ ട്രോഫി കൊടുക്കല്ലേ? യെസ്, കൊടുക്കും. ഇത് പിടിക്കും, എനിക്ക് കൈയടിക്കണം. ഇവിടെ എല്ലാവരും എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു. ഓരോ ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് മെയിൽ ആങ്കർ ആക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരോടൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്, അങ്ങനെ ഒരു ശ്രമം നടത്തണ്ട. നിങ്ങൾ വേറെ കാര്യത്തിന് വേണ്ടി ആ എനർജി സ്പെൻഡ് ചെയ്യൂ. കാരണം ഞാൻ തൽക്കാലം ഇവിടുന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കേട്ടില്ലേ? ഞാൻ തൽക്കാലം ഇവിടുന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്തായാലും അതെ, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരുന്നു. എന്തായാലും നാളെയും എന്നെ ഇതുപോലെ തന്നെ ഇവിടെ കാണാം. ഞങ്ങളെ എല്ലാവരെയും ഇതുപോലെ തന്നെ കാണാം. ഇതേ ആഘോഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുവരേക്കും ഇറ്റ്സ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഐഡിയ D4Dance.